ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മുടെ ലീനിയർ ഇൻഡിപെൻഡൻസ് ആയിട്ട് കണക്ട് ആയിട്ടുള്ള കുറച്ച് തിയറംസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. 4 തിയറംസ് ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള തിയറംസ്. ഫസ്റ്റ് തിയറം, എ ഫൈനൈറ്റ് സെറ്റ് കണ്ടെയ്ൻസ് ദ സീറോ വെക്റ്റർ ഈസ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. ഒരു ഫൈനൈറ്റ് സെറ്റിൽ സീറോ വെക്റ്റർ ഉണ്ടെങ്കിൽ ആ സെറ്റ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. പ്രൂഫ് നോക്കാം. ഞാൻ ആ സെറ്റ് എടുക്കാം, ഫൈനൈറ്റ് സെറ്റ് എടുക്കാൻ പോവാം. എസ് ഇസ് ഈക്വൽ ടു സെറ്റ് v1, v2, v3 എക്സെട്ര. ഞാനൊരു എലമെൻറ്റ് ഞാൻ 0 എന്ന് എടുക്കാൻ പോവാം. ഫൈനൈറ്റ് സെറ്റിൽ 0 ഉണ്ടെന്നല്ല എടുക്കുന്നത്. v1, v2, v3 0 എടുക്കുക, എക്സെട്ര v4 എക്സെട്ര vn. സോ ദിസ് ഇസ് എ ഫൈനൈറ്റ് സെറ്റ് കണ്ടെയ്നിങ് ദ സീറോ വെക്റ്റർ. നമുക്ക് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണോ ഇൻഡിപെൻഡൻ്റ് ആണോ നോക്കണം. നമ്മൾ എങ്ങനെ ചെയ്യാം? c1 v1 പ്ലസ് c2 v2 പ്ലസ് c3, v3ക്ക് പകരം ഇവിടെ ആരുള്ളത്? 0 പ്ലസ് c4 v4 പ്ലസ് എക്സെട്ര പ്ലസ് cn vn ഇസ് ഈക്വൽ ടു 0 എന്ന് എടുക്കും. എപ്പോഴാണ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവുക? എല്ലാ കോഎഫിഷ്യൻസും c1 c2 c3 എക്സെട്ര cn എല്ലാം 0 ആകുമ്പോഴാണ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവുക. ഏതെങ്കിലും ഒരെണ്ണെങ്കിലും നോൺ സീറോ ആവുകയാണെങ്കിൽ അത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആവും. ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് ഈക്വൽ ടു 0 എന്ന് കിട്ടുകയല്ലേ വേണ്ടത്. ഈ c1 c2 c3 വേണിക്കട്ടെ, c1 c2 c4 എക്സെട്ര cn വരെയുള്ള എല്ലാ ടേംസും 0 ആണെന്ന് എഴുതിക്കോ. പക്ഷേ ഇത് 0 ആവാൻ c3 0 ആവാൻ നിർബന്ധമില്ല. c3ക്ക് ഏത് വാല്യൂം കൊടുക്കാം. കാരണം ഈ ടേം 0 ആയതുകൊണ്ട്, വെക്ടർ 0 ആയതുകൊണ്ട് ഈ ടേം എല്ലായ്പ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ c3ക്ക് നിങ്ങൾക്ക് ഏത് വാല്യൂ വേണമെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ശരിയല്ലേ? c1 c2 c4 എക്സെട്ര cn ഒക്കെ 0 ആണെങ്കിലും c3 0 ആണെന്ന് നിർബന്ധമില്ല. c3 ആർബിട്രറിയാ. ക്ലിയർ അല്ലേ? എന്ന് പറഞ്ഞാൽ എല്ലാ കോഎഫിഷ്യൻസും 0 എന്ന് പറയാൻ പറ്റില്ല. c3 ഈസ് ആർബിട്രറി. c3 ഏത് വാല്യൂ എടുക്കാം. c3 ഈസ് ആർബിട്രറി, ഇംപ്ലൈസ് ഇറ്റ് ഈസ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. ഓക്കെ അല്ലേ? അതുപോലെ ചെറിയ മറ്റൊരു തിയറം, a set with exactly one vector is linearly independent if and only if that vector is non-zero. അപ്പോൾ ഒരു സെറ്റിൽ ഒരു ഫൈനൈറ്റ്, ഒരു സിംഗിൾട്ടൺ സെറ്റ്, ഒരു എലമെൻറ്റ് മാത്രമേ ഉള്ളൂ. സിംഗിൾട്ടൺ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവണമെങ്കിൽ ആ വെക്ടർ എന്തായാൽ മതി? നോൺ സീറോ ആയാൽ മതി. നമുക്കൊരു സെറ്റ് എടുത്ത് നോക്കാം. എസ് എന്നുള്ളൊരു സെറ്റ് എടുക്കാം. ആ സെറ്റിൽ ആര് മാത്രമേ ഉള്ളൂ? ബി മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് അസംപ്ഷൻ എന്താ? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അസ്യൂം ചെയ്യുക. അസ്യൂം എസ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. എപ്പോഴാണ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവുക? c1 v1 അപ്പോൾ c മതി. c ഇൻറ്റു v ഈക്വൽ ടു 0 ഇംപ്ലൈസ് c ഇസ് ഈക്വൽ ടു 0 കിട്ടണം അല്ലേ? സാധാരണ c1 v1 പ്ലസ് c2 v2 പ്ലസ് എക്സെട്ര പ്ലസ് cn vn ഈക്വൽ 0 ഇംപ്ലൈസ് c1 0 c2 0 എക്സെട്ര cn 0 അല്ലേ? ഇവിടെ c1 v1 ഇല്ല, ഒറ്റ വെക്ടറേ ഉള്ളൂ. സോ c ഇൻറ്റു v ഈക്വൽ 0 ഇംപ്ലൈസ് c ഇസ് ഈക്വൽ 0 കിട്ടണം. അപ്പോഴേ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവുള്ളൂ. പക്ഷേ നോക്കൂ, ഈ പ്രൊഡക്റ്റ് 0 ആവണമെങ്കിലേ ഇതിലേതെങ്കിലും ഒരു ടേം 0 ആയ പോലെ. ഒന്നെങ്കിൽ c 0 ആയാൽ മതി, അല്ലെങ്കിൽ v 0 ആയാൽ മതി. നമുക്ക് ലീനിയർലി ഇൻഡിപെൻഡൻസ് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ആര് 0 കിട്ടണം? c 0 എന്ന് കിട്ടണം. c 0 എന്ന് ഉറപ്പിക്കണമെങ്കിൽ v എന്താവണം? v നോൺ സീറോ ആവണം. ക്ലിയർ അല്ലേ? ഈ പ്രൊഡക്റ്റ് 0 ആവാൻ ഏതെങ്കിലും ഒരാൾ 0 ആയാൽ മതി. പക്ഷേ ലീനിയർലി ഇൻഡിപെൻഡൻസ് കിട്ടണമെങ്കിൽ c മസ്റ്റ് ബി 0. ഫോർ c മസ്റ്റ് ബി 0 v ഷുഡ് ബി നോൺ സീറോ. ക്ലിയർ അല്ലേ? സോ ഫോർ c ടു ബി 0 v ഷുഡ് ബി നോട്ട് ഈക്വൽ 0. ക്ലിയർ? ഇനി കോൺവേഴ്സ്ലി അസ്യൂം ചെയ്യാം. ആ വെക്ടർ നോൺ സീറോ എന്ന് അസ്യൂം ചെയ്തു. v നോൺ സീറോ ആണ്, v നോട്ട് ഈക്വൽ 0 ആണ്. ദിസ് ഇംപ്ലൈസ് c ഇൻറ്റു v ഈക്വൽ 0. ഈ പ്രൊഡക്റ്റ് 0 ആണ്, അതിൽ v 0 അല്ല. അപ്പോൾ തീർച്ചയായിട്ടും ആര് 0 ആവണം? ഇംപ്ലൈസ് c ഇസ് ഈക്വൽ ടു 0. ക്ലിയർ? സോ അപ്പോൾ ഒരു സിംഗിൾട്ടൺ സെറ്റ് വിത്ത് എ നോൺ സീറോ വെക്ടർ ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ അല്ലേ? തേർഡ് തിയറം, a set with exactly two vectors is linearly dependent if and only if one is a scalar multiple of the other. അപ്പോൾ നോക്കൂ,
രണ്ട് വെക്റ്റേഴ്സാണ് ഉള്ളത്. എസിൽ രണ്ട് പേരാണുള്ളത്, V1ഉം V2. ഇതെന്താ നിൽക്കുന്നത്? ഇറ്റ് ഈസ് ലീനിയർലി ഡിപ്പെൻഡൻ്റാ. അപ്പോൾ C1 V1 പ്ലസ് C2 V2 ഈക്വൽ ടു 0. എപ്പോഴാണ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവുക? C1ഉം 0 ആവണം, C2ഉം 0 ആവണം. ഇവിടെ ഇൻഡിപെൻഡൻ്റ് അല്ല നിൽക്കുന്നത്, ലീനിയർലി ഡിപ്പെൻഡൻ്റ് എന്നാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണെങ്കിലും ഒന്നുകിൽ C1ഓ അല്ലെങ്കിൽ C2 ആരെങ്കിലും ഒന്ന് നോൺ സീറോ ആയിരിക്കും. നമുക്ക് C1 നോൺ സീറോ എന്ന് അസ്യൂം ചെയ്യാം. അസ്യൂം C1 നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാലോ? C1 V1 ഇസ് ഈക്വൽ ടു മൈനസ് C2 V2 എന്ന് എഴുതാലോ. ഈ C1 0 അല്ലാത്തതുകൊണ്ട് നമുക്ക് C1നെ കൊണ്ട് ത്രൂ ഡിവൈഡ് ചെയ്യാം. സോ V1 ഇസ് ഈക്വൽ ടു മൈനസ് C2 ബൈ C1 ഇൻറ്റു V2. ഇതൊരു കോൺസ്റ്റന്റ് അല്ലേ, ഒരു സ്കാലർ അല്ലേ. സോ ദിസ് വെക്ടർ ഈസ് എ സ്കാലർ മൾട്ടിപ്പിൾ ഓഫ് ദ അതർ. ഓക്കെ അല്ലേ. ഇനി കോൺവേഴ്സ്ലി അസ്യൂം ചെയ്യുക, വൺ വെക്ടർ ഈസ് എ സ്കാലർ മൾട്ടിപ്പിൾ ഓഫ് ദ അതർ. അസ്യൂം V1 ഈസ് എ സ്കാലർ മൾട്ടിപ്പിൾ ഓഫ് ദ അതർ. ഇപ്പോൾ K നോട്ട് ഈക്വൽ ടു 0 സ്കാലർ മൾട്ടിപ്പിളാ. സോ V1 മൈനസ് K V2 ഇസ് ഈക്വൽ ടു 0. V1 ഇതിപ്പോൾ ഏത് ഫോമിലുള്ള നോക്കിയാൽ C1 V1 പ്ലസ് C2 V2 ഇസ് ഈക്വൽ ടു 0 ഫോമിലുള്ളത്. C1 1 ആണ്, C2 മൈനസ് K ആണ്, 0 അല്ലല്ലോ, അല്ല. സോ ഇറ്റ് ഈസ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. ഓക്കെ അല്ലേ. സോ എ സെറ്റ് വിത്ത് എക്സാക്ട്ലി ടു വെക്ടേഴ്സ് ഈസ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ് if and only if one is a scalar multiple of the other. ഇത് വേണം തിരിച്ചും പറയാം കേട്ടോ. എ സെറ്റ് വിത്ത് എക്സാക്ട്ലി ടു വെക്ടേഴ്സ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് if and only if neither is a scalar multiple of the other. ഓക്കെ, പിന്നെ നേരെ കോൺട്രാ പോസിറ്റീവും പറയാം. ഇതിന് ചില എക്സാമ്പിൾസ് ഞാൻ പറയാം. ഇപ്പോൾ V1 is equal to 1 2 3, V2 is equal to 3 6 9. ഈ രണ്ട് വെക്ടേഴ്സും ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. കാരണം ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇതിൻ്റെ സ്കാലാർ മൾട്ടിപ്പിളാണ് ഇത്. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ശരിയല്ലേ. ഇനി വേറൊന്ന്, V1 is equal to 1 2 3, V2 is equal to 3 6 0 എന്നെടുത്തു. 3 6 0 ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. കാരണം ഡിപ്പെൻഡൻ്റ് ആവണമെങ്കിൽ ഒന്ന് മറ്റൊന്നിൻ്റെ സ്കാലർ മൾട്ടിപ്പിൾ ആവണം. ഇതങ്ങനെ മൾട്ടിപ്പിൾ അല്ല. 3 കൊണ്ട് മൾട്ടിപ്പിൾ, ഇവിടെ 3 കിട്ടും, ഇവിടെ 6 കിട്ടും, പക്ഷേ ഇവിടെ എത്രയാണ് വേണ്ടത്? 9 കിട്ടുന്നത്. 9 അല്ലല്ലോ. അപ്പോൾ ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഇപ്പോൾ രണ്ട് വെക്ടേഴ്സ് ആണെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്ന് മറ്റൊന്നിൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് നോക്കിയാൽ മതി. മൾട്ടിപ്പിൾ ആണെങ്കിൽ ഡിപ്പെൻഡൻറ്റ്, മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ്. ഇത് പോളിനോമിയൽസിലൊക്കെ വരാം കേട്ടോ. പോളിനോമിയൽസ് ആവാം, മെട്രിക്സസ് ആവാം, ഒന്ന് മറ്റൊന്നിൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് നോക്കുക. വേറൊരു ഫംഗ്ഷൻ V1 is equal to sin x cos x and V2 is equal to sin 2x. ഈ രണ്ട് വെക്ടേഴ്സ് എടുക്കുക. ഫംഗ്ഷൻസിൻ്റെ സ്പേസിലുള്ള വെക്ടേഴ്സാണ്. എന്താ സ്ഥിതി? ഇതിന് നമുക്ക് അങ്ങനെ എഴുതാം, sin 2xനെ 2 sin x cos x എന്ന് എഴുതാം. sin x cos xനെ മൾട്ടിപ്ലൈ ആയിട്ട് മാറിയില്ലേ. ഇത് V1 and V2 ആർ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ അല്ലേ. തിയറം 4 ഒരു സെറ്റ് തന്നിട്ടുണ്ട്. ആ സെറ്റിലെ വെക്ടേഴ്സ് V1 V2 V3 എക്സെട്ര Vk വരെയാണ്. ബി എ സെറ്റ് ഓഫ് വെക്ടേഴ്സ് ഇൻ Rnലെ വെക്ടേഴ്സാണ്. R2 R3 R4 പറയല്ലേ, Rnലെ വെക്ടേഴ്സാണ്. എത്ര വെക്ടേഴ്സ് ഉണ്ട്? K വെക്ടേഴ്സ് ഉണ്ട്. ആ K ആരെക്കാളും ഗ്രേറ്റർ ആണ്, N-നേക്കാളും ഗ്രേറ്റർ ആണ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ R3 ആണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ മിനിമം എത്ര വെക്ടേഴ്സ് വേണം? 4 വെക്ടേഴ്സ് വേണം. 4 അതിലധികം പോകാം, കാരണം K ഗ്രേറ്റർ ആണ് N. ഇവിടെ K വെക്ടേഴ്സ് അല്ലേ ഉള്ളത്, ആ K ആരെക്കാളും ഗ്രേറ്റർ ആണ്, N-നേക്കാളും ഗ്രേറ്റർ ആണ്. സോ ഇഫ് യു കൺസിഡർ R3, then S should contain at least 4 vectors. R4 എടുക്കുന്നെങ്കിൽ ഇവിടെ മിനിമം 5 വെക്ടേഴ്സ് എന്തെങ്കിലും വേണം. ക്ലിയർ? അങ്ങനെയുള്ള സെറ്റ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ R3യിൽ 3-ലധികം വെക്ടേഴ്സ് വരുന്ന സെറ്റ് എല്ലാം ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. R4ൽ 4-ലധികം വെക്ടേഴ്സ് വരുന്ന സെറ്റൊക്കെ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. R5ൽ 4-ലധികം 5-ലധികം വെക്ടേഴ്സ് വരുന്ന സെറ്റ് എല്ലാം ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. പ്രൂഫ് നോക്കാം. നോക്കൂ, അപ്പോൾ ഈ V1 എവിടുത്തെ വെക്ടറാണ്? Rnലെ വെക്ടേഴ്സാണ്. R2ലെ വെക്ടേഴ്സ് പെയറല്ലേ, R3ൽ ട്രിപ്പിൾട്ട് അല്ലേ, Rl എന്താ ഉണ്ടാവുക? N ടപ്പിളാണ്. അപ്പോൾ ഈ V1 നമുക്ക് എങ്ങനെ എടുക്കാം? ഈ V1 നമുക്ക് A11 A12
A13 എക്സെട്ര A1n എന്നെടുക്കാം. n ടപ്പിളാണ്, ഫസ്റ്റ് വെക്ടർ ആയതുകൊണ്ട് A11 കൊടുത്താൽ. B2 എങ്ങനെയാണ് വരിക? B2 is equal to A21 A22 A23 എക്സെട്ര A2n ഉണ്ടാവും. B2 എക്സെട്ര ലാസ്റ്റ് വെക്ടർ ആരാണ്? VK എങ്ങനെയാണ് വരിക? AK1 AK2 AK3 എക്സെട്ര AKN ഉണ്ടാവും. ഇനി ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണോ ഇൻഡിപെൻഡൻ്റ് ആണോ നമുക്ക് ചെക്ക് ചെയ്യണം. നമ്മൾ എന്താ ചെയ്യുക? C1 V1 പ്ലസ് C2 V2 പ്ലസ് എക്സെട്ര പ്ലസ് CN VN = 0 എന്നൊക്കെ എടുക്കും. കഴിയുമ്പോൾ നമുക്ക് ഒരു മെട്രിക്സ് അല്ലേ കിട്ടുക? ആ മെട്രിക്സ് ഞാൻ ഡയറക്റ്റ് എഴുതുകയാണ്. ആ മെട്രിക്സ് എങ്ങനെയാണ് വരിക? ആ മെട്രിക്സ് വരിക A11 A12 A13 എക്സെട്ര A1n A21 A22 A23 എക്സെട്ര A2n എക്സെട്ര ലാസ്റ്റ് വരിക AK1 AK2 എക്സെട്ര AKN എന്നുണ്ടാവും. ശരിയല്ലേ? നോക്കൂ, ഇതിൽ എത്ര റോസ് ഉണ്ട് നോക്ക്. എത്ര റോസാണുള്ളത്? 1 2 3 എക്സെട്ര അപ് ടു n റോസാണ് ഇവിടെ ഉള്ളത്. ശരിയല്ലേ? നമ്മളിതിൻ്റെ റാങ്ക് കാണല്ലേ ചെയ്യാം. ഈ റാങ്കിന് മാക്സിമം എങ്ങനെ റാങ്ക് കാണുക? എത്ര നോൺ സീറോ റോ റിഡക്ഷൻ നടത്തിയിട്ട് എത്ര നോൺ സീറോ റോസ് ഉണ്ടെന്ന് നോക്കുക അല്ലേ? എത്ര നോൺ സീറോ റോസ് ഉണ്ടാവും അത്രയായിരിക്കും റാങ്ക് വരിക. ഇവിടെ ഈ റാങ്കിന് മാക്സിമം എത്ര വാല്യൂ വരെ വരാം? റാങ്ക് മാക്സിമം ആവുക ഒരു റോയും സീറോ അല്ലാത്തപ്പോഴല്ലേ. എത്ര നോൺ സീറോ റോസ് ഉണ്ടല്ലേ നോക്കുക. ഇവിടെ മാക്സിമം എത്ര റോസ് ആണുള്ളത് നോക്കുക. മാക്സിമം n റോസേ ഉള്ളൂ. അപ്പോൾ റാങ്ക് മാക്സിമം എത്ര വരെ പോവുള്ളൂ? n വരെ പോവുള്ളൂ. ശരിയല്ലേ? സോ റാങ്ക് മാക്സിമം റാങ്ക് എത്രയാണ്? മാക്സിമം റാങ്ക് ഇസ് ഈക്വൽ ടു n. നമ്മളെപ്പോഴാണ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടാവുക? റാങ്ക് നമ്പർ ഓഫ് അൺനോൺസ് ഗ്രേറ്റർ ദാൻ റാങ്ക് ആണെങ്കിൽ, n ഗ്രേറ്റർ ദാൻ r ആണെങ്കിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് എന്നാണ്. n ഗ്രേറ്റർ ദാൻ r ആണെങ്കിൽ n എന്തായിരുന്നു? നമ്പർ ഓഫ് അൺനോൺസ് ആണ്. ഇവിടെ എത്ര അൺനോൺസാണ് ഉള്ളത്? C1 V1 പ്ലസ് C2 V2 പ്ലസ് CK VK അല്ലേ? k അൺനോൺസ് അല്ലേ ഉള്ളത്? പക്ഷെ ഓൾറെഡി തന്നിട്ടുണ്ട് k ആരെക്കാളും ഗ്രേറ്ററാ? n-നേക്കാളും ഗ്രേറ്റർ ആണ്. k n-നേക്കാളും ഗ്രേറ്ററാ. നമ്പർ ഓഫ് അൺനോൺസ് n-നേക്കാളും ഗ്രേറ്ററാ. റാങ്ക് മാക്സിമം എത്രയേ വരുള്ളൂ? n വരുള്ളൂ. ശരിയല്ലേ? സോ റാങ്ക് നമ്പർ ഓഫ് അൺനോൺസ് ഈസ് ഗ്രേറ്റർ ദാൻ റാങ്കാ. നമ്മൾ n ഗ്രേറ്റർ ദാൻ r എന്നുള്ള കണ്ടീഷൻ പറയാറില്ലേ? അങ്ങനെ വരുന്ന കേസിൽ എന്തായിരിക്കും അത്? ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ കമൻറ്റ് എഴുതേണ്ടത് maximum value of the rank is equal to n, number of variables k is greater than n, so number of variables is greater than rank certainly. This implies the system has infinite number of solutions, which implies linearly dependent. Okay അല്ലേ? അപ്പോൾ നിങ്ങൾ R4 നിങ്ങൾക്ക് R3 നിങ്ങൾക്ക് 4 വെക്ടേഴ്സ് ഉള്ളൊരു സെറ്റ് തന്നു, ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. R3 5 വെക്ടേഴ്സ് ഉള്ള സെറ്റ് വന്നു, ലീനിയർ ഡിപ്പെൻഡൻറ്റ്. ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, ഈ തിയറി എഴുതിയാൽ മതി. R2 3 അല്ലെങ്കിൽ 3-ലധികം വെക്ടേഴ്സ് വരുന്ന ഏത് സെറ്റും ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ക്ലിയർ?